എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഓണത്തിന് വീട്ടിൽ തന്നെ ചിപ്സ് തയ്യാറാക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കായ ചിപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കായ ചിപ്സ് മൂപ്പായോ നോക്കാം. എന്താ ഇതുപോലെ ഒന്ന് കുലുക്കി നോക്കുന്ന സമയത്ത് നല്ല ശബ്ദം കേൾക്കും. അപ്പം ഇത് കോരിയെടുക്കാം. ഇനി കായ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രക്കായ 1 കിലോ എടുത്ത് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ഈ ഉപ്പും വെള്ളത്തിൽ കത്തിയും കൈയെല്ലാം കഴുകിയെടുത്താൽ കയ്യിലും കത്തിയിലൊന്നും കറ പിടിക്കൂല. ഇങ്ങനെ കഴുകിയെടുത്ത് കായ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ കറ കയ്യിലും കത്തിയിലും പിടിക്കൂല. ഇനി കായയുടെ മേലെ ഭാഗവും താഴെ ഭാഗവും ചെത്തിക്കളഞ്ഞതിന് ശേഷം നീളത്തിൽ 2-3 വരി ഇട്ട് കൊടുക്കണം. 2-3 വരി ഇട്ടിട്ട് ഇതുപോലെ പൊളിച്ചെടുക്കാൻ എളുപ്പത്തിൽ പറ്റും. 2-3 വരി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇത് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. കായ മുഴുവൻ ഇതുപോലെ പൊളിച്ചെടുത്ത് ഇനി ഞാൻ ആദ്യം വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത്. കായ വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കണം. എല്ലാം ഒരേ കനത്തിൽ തന്നെ മുറിച്ചെടുക്കണം. അങ്ങനെ ഒരേ കനത്തിൽ മുറിച്ചെടുത്താലേ കായ ചിപ്സ് വറക്കുന്ന സമയത്ത് ഒരേപോലെ കിട്ടും, മുരിഞ്ഞ് കിട്ടില്ല. കായെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പം ഒന്ന് ഇട്ട് നോക്കാം എണ്ണ ചൂടായോ എന്നറിയാൻ. അത് ഇതുപോലെ പൊങ്ങി വരുമ്പം ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കായ പൊങ്ങി വരുന്ന സമയത്ത് ബാക്കിയുള്ളത് ഒന്നിച്ച് വാരി ഇട്ടുവിടുക. വേറെ ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് വാരി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം മുഴുവനായിട്ട് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ വേറെ ആയിട്ട് ഇട്ട് കൊടുത്താൽ വേറെ തന്നെ ചിപ്സ് കിട്ടും. ഇതുപോലെ നമുക്ക് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഈ കായ ഇട്ട് കൊടുത്ത് ഇനി ഒരു മിനിറ്റ് ഇത് ഇളക്കാതെ വെക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കായെല്ലാം പൊട്ടിപ്പോവും. ഇത് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറുതായി മൂത്ത് വരുന്നത് വരെ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ കായ റെഡിയായി കിട്ടും. നേരിയതായിട്ട് മുറിച്ചതുകൊണ്ട് ഇത് വേഗത്തിൽ മൂത്ത് കിട്ടും. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയോ കല്ലുപ്പോ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം. ഇത് കായ മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒഴിച്ചു കൊടുക്കണം. കായ ഇതാ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്നും കൂടെ ഇത് ഇറക്കി കൊടുക്കാം. ആ വെള്ളത്തിൻ്റെ നനവെല്ലാം ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കയ്യിൽ ഇതുപോലെ കുലുക്കി നോക്കിയാൽ മതി. നല്ല ശബ്ദം കേൾക്കുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് ഈ കായ ചിപ്സ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊന്നും മുറിച്ചെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ. ഈ എണ്ണയാണെങ്കിലും ഒട്ടും കുടിക്കില്ല. എണ്ണ ഇതിൽ തന്നെ ഉണ്ടാവും. കായയിൽ അധികം എണ്ണയൊന്നും കുടിക്കുകയും ചെയ്യില്ല. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല എണ്ണയിൽ വറുത്തെടുക്കാം. കായ ഇതുപോലെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നേന്ത്രക്കായ അതുപോലെ തന്നെ നീളത്തിൽ 4ആയിട്ട് കീറിയെടുത്തതിന് ശേഷം ഉപ്പേരിക്ക് സദ്യക്കാലം വിളക്കുമ്പോൾ ഉപ്പേരി പാകത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 4ആയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇനി നമുക്ക് എണ്ണയിൽ വറുത്ത് പോരാം. ചൂടാകുമ്പോൾ ഇതുപോലെ തന്നെ വേറെ ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ കൈകൊണ്ട് തിരുമ്പി ഇട്ട് കൊടുത്താൽ വേറെ കിട്ടും. കുറച്ച് സമയം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇനി കായ അതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കലക്കി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കായക്ക് എത്ര ഉപ്പ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ആ ഉപ്പും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ മുഴുവനും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഒരു 2 കായ കൊണ്ട് തന്നെ ചിപ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ കിട്ടും. ഓണത്തിന് ആവശ്യമുള്ള ചിപ്സ് അത് മതിയാവും. കായ വാങ്ങുന്ന സമയത്ത് കുറച്ച് മൂത്ത കായ തന്നെ എടുക്കണം. മൂക്കാത്ത കായ ആകുമ്പം കായ ചിപ്സ് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയും ശ്രദ്ധിക്കണ്ടു.
ഇതിന് വെള്ളമൊന്നുമില്ലാതെ ഉണങ്ങിയ ഭരണിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കായ ചിപ്സ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.